ഹായ്, ഞാൻ സനീഷ്. ഞാൻ ഫൊഹോവെ ഇന്ത്യയിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. നമുക്ക് ആരോഗ്യം ഇന്ന് നമ്മുടെ ഒരുപാട് അലട്ടുന്ന ഒരു വിഷയമായി മാറുന്ന നമ്മുടെ സമൂഹത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ ഈ മൺസൂൺ, ഈ മഴക്കാലഘട്ടത്തിൽ നമ്മൾ ഷിഗല്ല പോലുള്ള രോഗങ്ങളെ കുറിച്ചൊക്കെ ചെറുക്കുന്നു, അതിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരോഗ്യം ഏത് രീതിയിലേക്കോ എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രത്തിന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള രോഗങ്ങളും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യമുള്ളതാണോ അല്ലെങ്കിൽ ഉള്ളതാണോ, മാധ്യമങ്ങളുടെ മാത്രം ഒരു കണ്ടുപിടുത്തമാണോ എന്നുള്ളതെല്ലാം നമുക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള സോഷ്യൽ മീഡിയകൾ വഴിയൊക്കെയാണ് നമ്മൾ കൂടുതലും ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അടുത്തറിയുന്നത്. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സുകൾ അങ്ങനെയുള്ളവരൊന്നും പൊതുസമൂഹത്തിലേക്ക് ഒരു അവയർനെസ് ആയിട്ട് വരാത്തത്, കടന്നു വരാത്തത്? നമ്മൾ ഡോക്ടേഴ്സിന്റെ അവരുടെ അങ്ങോട്ടാണ് നമ്മളെല്ലാവരും ചെല്ലുന്നത്, അല്ലേ? അവരെന്തുകൊണ്ട് നമ്മൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല? ഉണ്ടാവാം, നമ്മൾ പക്ഷെ കാണുന്നില്ല, അറിയുന്നില്ല. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ചെറിയ സംശയം പറഞ്ഞത്. പക്ഷേ ജനങ്ങളിലേക്ക് ഒരു പൊതുബോധവൽക്കരണം നൽകാനായിട്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് വെൽനസ് മേഖലകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ യോഗ ആയാലും മെഡിറ്റേഷൻ ആയാലും അത്തരം സംവിധാനങ്ങൾക്കെല്ലാം അതിനുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ജിമ്മ്, അത്തരം കാര്യങ്ങളെല്ലാം കൂടുതൽ നമുക്ക് ആരോഗ്യ ബോധവൽക്കരണങ്ങളൊക്കെ നൽകി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്, വെൽനസ് മേഖലകൾ. നിരവധി വെൽനസ് കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ ഭാഗ്യം തന്നെയാണ് അത്തരം വെൽനസ് മേഖലകളൊക്കെ നമ്മുടെ നാട്ടിൽ സജീവമായിട്ട് പ്രവർത്തിക്കുക, അത് വിജയിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ വളരെ വ്യാജമായിട്ടുള്ള വെൽനസ് മേഖലകളും നമ്മുടെ നാട്ടിലുണ്ട്. സത്യമാണ് അതൊക്കെ. അപ്പൊ നല്ലത് ഏതാണെന്നും അത് മോശം കമ്പനി ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടേതായ ഒരു ദൗത്യം കൂടിയാണ്. അപ്പൊ നമുക്ക് നല്ലൊരു വെൽനസ് പ്രവർത്തനം എങ്ങനെ മികച്ച കാഴ്ച വെക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്. ഞാൻ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ പേരെന്ന് പറയുന്നത് ഫൊഹോവെ എന്നാണ്. ഫൊഹോവെ ഇന്ത്യ എന്നാണ് നമ്മളിവിടെ പറയുന്നത്, നമ്മുടെ രാജ്യത്ത് പറയുന്നത്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. 28 സ്റ്റേറ്റിലുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിൽ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് ഫൊഹോവെ. ആ ഒരു വെൽനസ് പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു 4 തരത്തിലുള്ള ഹെൽത്ത് ഡിവൈസുകളാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എങ്ങനെ വരാതിരിക്കാം, നമ്മുടെ ആരോഗ്യം എത്രമാത്രം നമുക്ക് സംരക്ഷിച്ച് നിലനിർത്താം, അതിനെന്തെല്ലാം ഉപാധികളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഫൊഹോവയുടെ ഈ വെൽനസ് മേഖലകളിൽ വന്ന് നിങ്ങൾ സന്ദർശിക്കുക, കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള അറിവുകളെ കുറിച്ച് കൂടുതൽ കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് മറ്റൊരു സന്തോഷം കൂടി അവിടെ ലഭിക്കുന്നുണ്ടാവും. അത് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് എക്യുപ്മെന്റുകൾ എന്ന് പറയുന്ന 4 തരത്തിലുള്ള ഹെൽത്ത് എക്യുപ്മെന്റ് ഉണ്ട്. നമുക്ക് ഒരു പോർട്ടബിൾ മാജിക് ഡിവൈസ് എന്ന് പറയും, അതുപോലെ ബ്ലഡ് സർക്കുലേറ്റീവ് മസാജർ ഡിവൈസ്, അതായത് BCM എന്ന് പറയും, അതുപോലെ പോർട്ടബിൾ വെൻഡോൺ ഡിവൈസ് പ്രോ എന്ന് പറയും, പിന്നെ ഒന്ന് മാഗ്നറ്റിസിന്റെ വാട്ടർ ഡിവൈസ്. 4 ഡിവൈസും 4 വ്യത്യസ്തരമായ പ്രവർത്തനങ്ങളാണ്. എന്നാൽ എല്ലാം നമ്മുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. ഇതിന് പുറമെ നമുക്ക് നല്ല നല്ല ഓർഗാനിക് പ്രോഡക്റ്റുകളും ലഭ്യമാണ്. നമുക്ക് നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നതാണ്. നമ്മൾ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒരു ചടങ്ങെന്ന് പറയുന്നത് നമ്മുടെ പല്ല് തേക്കുക എന്നുള്ളത് തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഇന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന പേരുകളൊക്കെ നമുക്ക് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാ ആൾക്കാർക്കും അറിയുന്നത് തന്നെയാണ്. എല്ലാവരും പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റുകൾ, അതായത് 70% ആളുകൾ ഉപയോഗിക്കുന്നത് ഈ രാസവസ്തു അടങ്ങിയിരിക്കുന്ന ടൂത്ത് പേസ്റ്റ് തന്നെയാണ്. കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന റെഡ് കളറിലൊക്കെയുള്ള ബോക്സിലൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്നത്, സാധാരണ ഏത് കടയിൽ പോയി നമുക്ക് കിട്ടാവുന്ന ഒരു 10 രൂപ മുതൽ നമുക്ക് 5 രൂപ മുതൽ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ 50 രൂപ വേണമെങ്കിൽ വാങ്ങിക്കാം എന്ന് പറയുന്ന ആ ടൂത്ത് പേസ്റ്റുകൾ, അതൊക്കെ ഒരു രാസവസ്തു അടങ്ങിയിരിക്കുന്നതാണ്. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പം നമ്മൾ രാവിലെ തന്നെ നമ്മൾ പല്ല് തേക്കുമ്പോൾ നമ്മുടെ രാസവസ്തു കൊണ്ടാണ് നമ്മൾ പല്ല് തേക്കുന്നത്. അത് പല്ലിനെ കൂടുതലായിട്ട് തകരാറാക്കുകയും അതുപോലെ അത് നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാനും ഒക്കെ സഹായകരമാണ്. അപ്പോൾ നമ്മൾ ഇത്തരം അവസ്ഥകൾ നമ്മൾ കൂടുതൽ പോകുന്നതോടെ നമ്മൾ മറ്റൊരു രോഗിയായിട്ട് മാറും. അപ്പൊ അവിടെ നിന്നും മാറ്റി നമുക്ക് രാവിലെ നമ്മുടെ ഗുഡ് മോർണിംഗ് ടൈം മുതൽ തന്നെ നമ്മൾക്ക് ഏറ്റവും നല്ല ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുക, അല്ലേ? അപ്പൊ പല്ല് തേക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബെസ്റ്റ് ടൂത്ത് ജെല്ലാണ്. നമ്മുടെ ഫൊഹോവയുടെ തന്നെ ബെസ്റ്റ് ടൂത്ത് ജെല്ലാണ്. ഏകദേശം 15ഓളം ആയുർവേദ ഇൻഗ്രീഡിയൻസുകൾ മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു ചേരുവകൾ കൊണ്ട് ചേർന്നിരിക്കുന്ന ഒരു ടൂത്ത് ജെല്ലാണ്.
അതുപോലെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമതൊരു ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ കുളിക്കുകയാണ് രാവിലെ തന്നെ അല്ലേ. നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഘട്ടം കുളിക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾ മലയാളികൾ കൂടുതലും. അങ്ങനെയാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അപ്പൊ കുളിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ മാർക്കറ്റിൽ നിന്നല്ല, നമ്മളെ പരസ്യങ്ങളിലൊക്കെ കണ്ടല്ലേ നമ്മൾ കുറേ കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പലതരം നല്ല സുഗന്ധമുള്ള സോപ്പ്. കാരണം കൂടുതൽ സുഗന്ധത്തിനോടാണ് ആൾക്കാർ അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. അതിനകത്ത് എന്ത് ചേർത്തു എന്നുള്ളത് ആൾക്കാർ ചിന്തിക്കാറില്ല. സോപ്പ്, നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സോപ്പുകൾ എല്ലാവരും പറയുന്നു, സോപ്പുകൾ ഉപയോഗിക്കും, സോപ്പിട്ട് കൈ കഴുകുന്നു പറയുന്നത് കൊണ്ട് നമ്മൾ ആ സോപ്പ് ഉപയോഗിക്കുന്നു, വാങ്ങിക്കുന്നു. എങ്കിൽ എന്തുമാത്രം അതിനകത്ത് രാസവസ്തു ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. നമുക്ക് അതിന്റെ ആവശ്യങ്ങൾ വരാറില്ല, അതുകൊണ്ടാണ്. പക്ഷെ അതിനകത്ത് രാസവസ്തു ഉണ്ട്. എങ്കിൽ ഈ കുളിക്കുന്നതിനും രാസവസ്തുവും സോപ്പും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് പറയും ഇല്ലേ? അവിടെയാണ് ഒരു പോയിന്റ് ഇരിക്കുന്നത്. വൃക്ക രോഗം വർദ്ധിച്ചു വരികയാണ്. ഏറ്റവും വലിയൊരു കാര്യമാണ് അത്. കിഡ്നി ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം കിഡ്നി ഫെയിലിയേഴ്സ് ആവുന്നത്? കഴിഞ്ഞ 25-30 വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളിൽ വരുന്ന പലതരം മാരക വസ്തുക്കളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പ്രോഡക്റ്റുകളുടെ നിത്യ ഉപയോഗം കൊണ്ടാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങളും കൂടി വരുന്നതിന് ഒരു കാരണക്കാരൻ. അതിൽ നമ്മുടെ സാധാരണ സോപ്പുകൾ വരെ ഉൾപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ സ്കിൻ ലെയറിലേക്ക് കൂടി ഇറങ്ങിയിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിക്കുകയും അതൊക്കെ രക്തത്തിലേക്ക് എത്തുകയും ശുദ്ധീകരിക്കുന്ന സംവിധാനങ്ങളിലേക്കൂടെയൊക്കെ പോകുന്ന വഴിയൊക്കെ അതിന് തകരാറ് സംഭവിക്കും. സ്ഥിരമായിട്ട് ഈ രാസവസ്തുക്കൾ അടിഞ്ഞു കൂടുന്നതുകൊണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഫൊഹോവയിലെ കൂടി നമുക്ക് നല്ലൊരു ഓർഗാനിക് സോപ്പ് തന്നെ ഉപയോഗിക്കാം. മിൽക്കി സോപ്പ് എന്നാണ് നമ്മുടെ ആ സോപ്പിന്റെ പേര്. അപ്പൊ ഞാൻ പറഞ്ഞു രാവിലെ നമ്മൾ പല്ല് തേക്കുന്നത് നമ്മുടെ വളരെ ആയുർവേദ വിധിപ്രകാരമുള്ള ടൂത്ത് ജെല്ലാണ്. അതിനുശേഷം നമ്മൾ കുളിക്കുന്നതും അതുപോലെ തന്നെയാണ് നല്ലൊരു ഓർഗാനിക് സോപ്പാണ്, മിൽക്കി സോപ്പാണ് അല്ലേ. അതുപോലെ കുളിക്കാൻ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ഇന്നത്തെ നിത്യജീവിതത്തിൽ ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവാം. പലതും എണ്ണ അത് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഷാമ്പു ഉപയോഗിക്കുന്നവരുണ്ടാവാം. അപ്പൊ ഷാമ്പു ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധാരണ ഷാമ്പു എന്ന് പറയുന്നത് നല്ല രീതിയിൽ കെമിക്കൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. അതിനകത്ത് പാരാബിൻ, സൾഫേറ്റ് അങ്ങനെയുള്ള പല സാധനങ്ങളും അടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ നമ്മുടെ ഫൊഹോവയിൽ അവിടെ ഉണ്ട് ഒരു പ്രത്യേകത. നമുക്ക് ഹെയർ കെയർ കണ്ടീഷണർ, ഷാമ്പു വിത്ത് കണ്ടീഷണർ ഫൊഹോവയിൽ നമുക്ക് വളരെ നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണത്. രാവിലെ ഞാൻ പറഞ്ഞു നമ്മൾ പല്ല് തേച്ചു, ഓർഗാനിക് സോപ്പ് പേസ്റ്റ് കൊണ്ട് പല്ല് തേച്ചു, നമ്മുടെ സോപ്പ് കൊണ്ട് കുളിക്കാനായിട്ട് മിൽക്കി സോപ്പ് ഉപയോഗിക്കുന്നു, ശേഷം നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നു. അതെല്ലാം നമ്മുടെ ഫൊഹോവയിൽ തന്നെയാണ് ആരംഭിക്കുന്നത്. രാവിലെ തന്നെ നമ്മൾ ഓർഗാനിക് പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുളിയെല്ലാം കഴിഞ്ഞു പിന്നീട് നിങ്ങൾ ടയേർഡ് ആവുന്നു അല്ലെങ്കിൽ ക്ഷീണിക്കുന്നു അനുസരിച്ച് ഫേസ് വാഷ് ഉപയോഗിക്കുന്നവരുണ്ട്. കൂടുതലും പെൺകുട്ടികളൊക്കെയാണ് ഫേസ് വാഷ് ഉപയോഗിക്കുന്നത്. പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷിൽ കൂടുതലും കെമിക്കൽസ് തന്നെയാണ്, പാരാബിൻ, സൾഫേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. അവരിടക്കിടക്ക് മുഖം വാഷ് ചെയ്യുന്നു. മുഖം വാഷ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഈ അമ്ലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിൻ ലെയറിലൊക്കെ എല്ലാം പറ്റിപ്പിടിച്ച് അതൊക്കെ നമ്മുടെ രാസവസ്തുവായിട്ട് നമ്മുടെ ശരീരത്തിന് എല്ലാം ഒബ്സർവ് ചെയ്യും. നമ്മുടെ ബോഡി എന്ത് ഒബ്സർവ് ചെയ്യും. അപ്പൊ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലൊക്കെ തകരാറ് സംഭവിക്കും. അപ്പൊ ഇത്തരം മാരക വസ്തുക്കളൊന്നും ഉപയോഗിക്കരുത് എന്നുള്ള നിരവധി പോസ്റ്ററുകൾ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവാം. പക്ഷെ ഇതൊന്നും പറഞ്ഞതുകൊണ്ട് ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഫൊഹോവയിൽ നമ്മൾ ഓരോ ദിവസങ്ങളിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോഡിയിലേക്കെല്ലാം. നമ്മൾ ഇനിയും കാരണം നമ്മൾ ഇന്ന് മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നീട് ഇനിയും ഒരു 10 വർഷത്തോളം നമ്മൾ ഇതേ കെമിക്കൽ പ്രൊഡക്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പാണ് നമ്മുടെയൊക്കെ വൃക്കകൾ തകരാറാവുന്നു എന്നുള്ള സംശയമില്ല. കാരണം അതിനനുസരിച്ചിട്ടാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ നമ്മുടെ ഇന്ത്യയിലുള്ളതും പ്രത്യേകിച്ച് കേരളത്തിലുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ അമേരിക്കൻ കമ്പനികൾ വിലക്ക് വാങ്ങിച്ചിരിക്കുന്നത്. കാരണം അവർക്കറിയാം 140 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിൽ ഒരു വലിയ കമ്പോളമായിട്ട് മാറാൻ പോവുകയാണ്. അതായത് രോഗങ്ങൾ എന്ന് പറയുന്ന വലിയൊരു കമ്പോളം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പൊ ഇവിടെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ മാറി ചിന്തിക്കേണ്ടതും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബോഡി ലോഷൻ ഉണ്ട് ഫൊഹോവയിൽ. നമുക്ക് വളരെ സൺ പ്രൊട്ടക്ഷൻ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഒരു ബോഡി ലോഷൻ. പിന്നെ എടുത്തു പറയാവുന്നത് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് നമ്മുടെ ഇതിൽ പറയാൻ സാനിറ്ററി നാപ്കിനാണ്. സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാധാരണ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ പാഡ് ഒഴിവാക്കി നമ്മുടെ ഒരു ഓർഗാനിക് പാഡ് ഉപയോഗിച്ച് ശീലിപ്പിക്കുക. അതിനെക്കുറിച്ചുള്ള ഒരു ഹെൽത്ത് അവയർനെസ്സും കാര്യങ്ങളൊക്കെ അവർക്ക് നൽകുക. കാരണം സെർവിക്കൽ ക്യാൻസർ അത് വർദ്ധിച്ചു വരികയാണ്. ഓരോ 8 മിനിറ്റിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ നമുക്ക് പറയാം, കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ വില കുറഞ്ഞ പ്ലാസ്റ്റിക് പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തൈറോയ്ഡ്, അതുപോലെ PCOD, PCOS ഇത്തരം പ്രശ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇത്തരം വില കുറഞ്ഞ പ്ലാസ്റ്റിക് സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അവിടെ നമുക്കൊരു ഓർഗാനിക് പാഡിലേക്ക് മാറാം. ഫൊഹോവയിൽ നമുക്ക് ഓർഗാനിക് പാഡ് ഉണ്ട്, അത് എക്സൽ സൈസ് ഉണ്ട്, ഡബിൾ എക്സൽ സൈസ് ഉണ്ട്. ഇതല്ലാതെ തന്നെ ഒരു പാൻറ്റി ലൈനർ നമുക്ക് ലഭ്യമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മറ്റ് ഹെൽത്ത് ഇഷ്യൂസുകൾ സ്ത്രീകൾക്ക് വളരെയധികം ഭംഗിയായിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇത്തരം പേഴ്സണൽ കെയർ പ്രൊഡക്ട്സുകളൊക്കെ എല്ലാം നമുക്ക് വളരെ നിത്യം ഉപയോഗിക്കേണ്ട ആവശ്യകതകളൊക്കെ ഉള്ള നല്ല ഓർഗാനിക് പ്രോഡക്റ്റുകൾ നമുക്ക് ഫൊഹോവയിലുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൂടുതൽ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളതിന് ചെലുത്തുക എന്നുള്ളതും നമുക്ക് കുറേ നല്ല ഫുഡ് സപ്ലിമെന്റ്സുകളുണ്ട്. ആവശ്യമുള്ളവ നമ്മൾ സ്വീകരിക്കുക. എല്ലാം ഞാൻ സ്വീകരിക്കണമെന്ന് ഒരിക്കലും പറയില്ല, അതിന്റെ ആവശ്യം നമുക്കില്ല. ആരോഗ്യത്തിന് ആവശ്യമുള്ള ഘടകങ്ങൾ നോക്കി നിങ്ങൾ സൂക്ഷിക്കുക. വളരെ ഉത്തമമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അതെല്ലാം.
ഒന്ന് നമുക്ക് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഫൊഹോബയുടെ ഡയബറ്റീസ്. നമുക്കറിയാം ഇന്ന് കേരളം എന്ന് പറയുന്നത് വലിയൊരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ? ഷുഗറിന്റെ. എവിടെ നോക്കിയാലും ഇന്ന് ഏതൊരു കുടുംബത്തിൽ പോയി കഴിഞ്ഞാലും ഷുഗർ രോഗമില്ലാതെ ഒരു ആൾക്കാരില്ല. എന്താണ് ഷുഗർ? സാധാരണഗതിയിൽ എല്ലാ ആൾക്കാരും ഷുഗർ എന്ന് പറഞ്ഞിട്ട് അതിന് ഇന്നത് വളരെ ലളിതമാക്കി വിട്ടിരിക്കുകയാണ്. പക്ഷെ ഏറ്റവും വലിയൊരു അപകടം പിടിച്ച ഒരു രോഗം തന്നെയാണ് ഷുഗർ എന്ന് പറയുന്നത്. നമ്മളിൽ കൊണ്ടേ പോവുള്ളൂ. അത്രമാത്രം നമ്മൾ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും, പ്രയാസപ്പെടുത്തും, എല്ലാ രീതിയിലും നമ്മളെ തകർത്ത് കളയും. അപ്പൊ ഷുഗർ ഇല്ലാതെ വരുത്താൻ നമുക്ക് എന്ത് മാർഗം? അത് ആഹാരത്തിലേക്ക് കൂടി തന്നെ നമുക്ക് എങ്ങനെ മാറ്റാം? അതിനാണ് നമ്മുടെ ഫുഡ് സപ്ലിമെന്റ്സുകൾ വരുന്നത്, നോ മെഡിസിൻ. അപ്പൊ നമുക്ക് നമ്മുടെ ഫുഡ് സപ്ലിമെന്റ്സുകളിൽ ഒന്നാമത് തന്നെയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ടൈപ്പ് 1 ഡയബറ്റിക്കിനും ടൈപ്പ് 2 ഡയബറ്റിക്കിനും നമുക്ക് ബെസ്റ്റ് ആണ് നമ്മുടെ ഫുഡ് സപ്ലിമെന്റിൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ ഡെമോൺസ്ട്രേഷനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ മറ്റൊന്നാണ് ലിവർ റെഡി എന്ന് പറയും. അതിനകത്ത് തന്നെ നമ്മുടെ പേരിനകത്ത് തന്നെ ഉണ്ട് നമുക്ക് എന്താണ് ലിവർ പ്ലസ് റെഡി. ലിവർ റെഡി ആവുക അല്ലേ? നമ്മൾ അമിതമായിട്ടുള്ള ഫുഡുകൾ, അതായത് രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ നിത്യേന കഴിക്കുമ്പോൾ നമ്മളെ കരൾ എപ്പോഴും ഇതിനെയൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മെനക്കെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ എത്രമാത്രം എഫോർട്ട് ചെയ്യും. നമ്മളെപ്പോഴും വളരെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു തളർച്ചയുണ്ടാവും. അപ്പൊ കരളിന്റെ അത്തരം തളർച്ചകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിനെന്തൊക്കെ വേണം? സപ്പോർട്ട് കൊടുക്കുക. കാരണം കരളിന്റെ ഉള്ളിലുള്ള കോശങ്ങൾക്ക് എപ്പോഴും നല്ല ഊർജ്ജസ്വലത കൊടുക്കാനായിട്ട് നമുക്ക് നല്ല ആഹാരം ആവശ്യമാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മുടെ തന്നെ ലിവർ ഡി എന്ന് പറയുന്ന ഫുഡ് സപ്ലിമെന്റ്സ് ഉണ്ട്, വെരി ബെസ്റ്റ്, ഒന്നും പറയാനില്ല. മറ്റൊന്നാണ് നമുക്ക് കാൽമാക്സ് എന്ന് പറയും. കാൽസ്യം, സിങ്ക്, അയൺ ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു നല്ലൊരു ഫുഡ് സപ്ലിമെന്റ് ആണ് കാൽസ്യം. നമ്മുടെ എല്ല്, പല്ല്, നഖം ഇതൊക്കെ വളരെ ശക്തമായിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മുടെ വളരെ ഭംഗി, സൗന്ദര്യം, അതായത് ശാരീരത്തിന്റെ ഒരു ബലത്തിനനുസരിച്ചുള്ള സൗന്ദര്യം നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള ഒരു കാൽമാക്സ് ഫുഡ് സപ്ലിമെന്റ്സ്, വെരി ഒന്നും പറയില്ല, നല്ല പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് സീബക്തോൺ എന്ന് പറയും. ഒമേഗ 3, 6, 7 and 9 അടക്കമുള്ള ഒമേഗ നമുക്ക് ഒരുപാട് നമ്മുടെ ബോഡിയിലെ മൊത്തത്തിലുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് സാധനമാണ് ഫൊഹോബയുടെ ഈ പറഞ്ഞിരിക്കുന്ന സീബക്തോൺ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്നാണ് സൂപ്പർ പവർ പ്ലസ് എന്ന് പറയും. ജെൻസിന് മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ. ജെൻസിൻ്റെതായ ആൻസൈറ്റി, ഡിപ്രഷൻ, അതുപോലെ മറ്റ് മാനസിക സംഘർഷങ്ങളും അതുപോലെ മൊത്തത്തിലുള്ള ഒരു ഹ്യൂമൻ മെൻസിന്റെ ഹോർമോൺസ് ബാലൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് സൂപ്പർ പവർ പ്ലസ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് നമ്മുടെ ഫൊഹോബയുടെ മീൽ റീപ്ലേസ്മെന്റ് എന്ന് പറയും. മീൽ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ അമിത വണ്ണം കുറയ്ക്കാനായിട്ട് എന്താണ് പരിഹാരം എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ടും കഴിക്കാതെ നമുക്ക് നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് മീൽ റീപ്ലേസ്മെന്റിൽ കൊടുക്കുന്നത്, ഹൈ പ്രോട്ടീൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നതിലും കൃത്യമായിട്ട് നല്ല രീതിയിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം എന്നുള്ളതും കൂടി വളരെ നിർബന്ധമാണ്. അതാണ് ഇതിൻ്റെ എല്ലാം ഏറ്റവും നല്ലൊരു മരുന്ന് എന്ന് പറയുന്നത്. നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം ഏറ്റവും നല്ല ഔഷധമാണ് വെള്ളം. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മറ്റൊരു ഓൾ പ്ലാന്റ് പ്രോട്ടീൻ ആണ്. ഓൾ പ്ലാന്റ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോട്ടീൻ വളരെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം അല്ലെ നമ്മുടെ മുന്നോട്ടുള്ള ഓരോ വളർച്ചയിൽ നമുക്ക് ഓരോ സെക്കൻഡിൽ നമ്മൾ പ്രോട്ടീന്റെ പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പ്രോട്ടീന്റെ ഒരു ഉപാപചയ പ്രവർത്തനങ്ങൾ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നമ്മുടെ നല്ല കയ്യിൽ ഓൾ പ്ലാന്റ് പ്രോട്ടീൻ പ്രൊഡക്റ്റ് ഉണ്ട്, അതും നമുക്ക് യൂസ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് സപ്ലിമെന്റ്സുകൾ, അതുപോലെ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മറ്റൊരു ഹെൽത്ത് ഡിവൈസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു BCM എന്ന് പറയും. BCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേറ്റീവ് മസാജർ. അതായത് നമ്മൾ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് നമ്മൾ BCMൽ 2 കാലുകൾ വെച്ചുകൊണ്ട് നമ്മൾ ഫുഡ് മസാജ് ചെയ്യുവാണെങ്കിൽ നമ്മൾ 2 മണിക്കൂർ വ്യായാമം ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഒരു 5 കിലോമീറ്റർ ജോയിങ് ചെയ്യുന്നതിനുള്ള റിസൾട്ടാണ് നമുക്ക് ബോഡിയിൽ നടക്കുന്നത്. കൃത്യമായ ബ്ലഡ് സർക്കുലേഷൻ നടക്കുക. എന്തിനാണ് ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത്? ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജനും പോഷകങ്ങളും ഭംഗിയായി വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെതായ വ്യായാമം ചെയ്തിരിക്കണം. എന്നാൽ ഇന്നത്തെ ജനങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളിലും എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് തിരക്കുകളെല്ലാം കാരണങ്ങളിലും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒരുപാട് അപാകതകൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചെറുപ്പക്കാരിൽ വരെ ഹൃദ്രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നത്, അതുപോലെ സ്ട്രോക്ക് പോലുള്ള പല പ്രശ്നങ്ങളും വരുന്നത്. അപ്പൊ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, വളരെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ എപ്പോഴും ബ്ലഡ് സർക്കുലേഷൻ നടക്കാനായിട്ട് നമ്മുടെ ഫൊഹോബയുടെ ബ്ലഡ് സർക്കുലേറ്റീവ് മസാജർ എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ട്. അതിന്റെ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഡിവൈസ് എന്ന് പറയുന്നത് വെൻഡോൺ ഡിവൈസ് പ്രോ എന്ന് പറയും. ഫൊഹോബയുടെ തന്നെ വെൻഡോൺ ഡിവൈസ് പ്രോ എന്ന് പറയുന്നത്. ഡിവൈസ് പ്രോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് നിർജ്ജലീകരണം, അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു തണുപ്പ് അവസ്ഥ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാം, അത് നമ്മുടെ വെൻഡോൺ ഡിവൈസ് അതിന് സഹായിക്കുന്നത്. അതിനകത്ത് സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് തെർമൽ തെറാപ്പിയാണ്. തെർമൽ എനർജിയാണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഡിവൈസിൽ നമ്മൾ 2 കാലുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ആ തെർമൽ എനർജി നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ശരീരത്തിലോട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് ഏകദേശം നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ നിലവിലുള്ളതിനേക്കാൾ 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റി പവർ ആൻഡ് ബൂസ്റ്റർ, അല്ലെങ്കിൽ നമ്മളെ നീർക്കെട്ടുകളൊക്കെ ഒഴിവാക്കി നമുക്ക് എത്രമാത്രം ബ്ലഡ് സർക്കുലേഷൻ നടത്താമെന്നുള്ളത്. അതിനകത്ത് തന്നെ നമുക്ക് മറ്റു ഫംഗ്ഷൻസുകളുണ്ട്. ഇൻഫ്രാറെഡിന്റെ ഹീറ്റിംഗ് ബെൽറ്റ് ആണ്. അതൊരു ബെൽറ്റാണ്. ആ ബെൽറ്റ് ഉപയോഗിക്കാൻ നമുക്ക് കിട്ടുന്നത് നമ്മുടെ സ്കിൻ ലെയർ, മസിൽ ലെയർ, ഫാറ്റ് ലെയറിലൊക്കെ എല്ലാം ഇറങ്ങിയിട്ട് നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയാണ്. അതുപോലെ മറ്റൊരു ഘടകമാണ് അതിനകത്തുള്ള റെഡ് ആൻഡ് ബ്ലൂ ലൈറ്റ് തെറാപ്പി. ഇന്ന് സൗന്ദര്യത്തിന് വേണ്ടി ആളുകൾ ലക്ഷങ്ങൾ ചെലവാക്കുന്ന ഒരു സമയമാണിത്.
നമ്മുടെ കൊളാജൻ ഉൽപ്പാദനങ്ങൾ വർദ്ധിപ്പിക്കുക, അതുപോലെ സ്കിൻ ടെക്സ്ചർ ക്ലിയർ ചെയ്യുക, പിന്നെ മുറിവുകൾ ഉണക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ റെഡ് ആൻഡ് ബ്ലൂ ലൈറ്റ് തെറാപ്പി ഈ ഡിവൈസിന്റെ തന്നെ കണക്ട് ആണ്. ഇതിനകത്ത് മറ്റൊരു മനോഹരമായ ഒരു സംവിധാനം കൂടി ഉണ്ട്, പ്ലാസ്മ ഫംഗ്ഷൻസ് എന്ന് പറയും. പ്ലാസ്മ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന ഏത് സ്ഥലമായിക്കോട്ടെ നമുക്ക് അവിടെയുള്ള ഓക്സിജൻ ലെവൽ വളരെ മനോഹരമാക്കി മാറ്റുക. നല്ലൊരു ഓക്സിജൻ നന്നായിട്ട് ഓക്സിജൻ ലെവൽ നന്നായിട്ട് നല്ല രീതിയിൽ നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്വാസകോശം അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡും എല്ലാം വളരെ പ്യൂരിഫൈ ആയിരിക്കും എപ്പോഴും. കാരണം നമ്മൾ വളരെ നമ്മുടെ ചുറ്റും പരിസരമൊക്കെ മലിനീകരമായിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. നമ്മുടെ ഈ പ്ലാസ്മ ഫംഗ്ഷൻസ് അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു ഡിവൈസ് ആണ് നമ്മുടെ പോർട്ടബിൾ മാജിക് ഡിവൈസ് എന്ന് പറയും. അതൊരു മാജിക് ഡിവൈസ് തന്നെയാണ്. അതുകൊണ്ട് മാജിക് മാത്രം അത്ഭുതങ്ങൾ കാണിച്ചു തരുന്ന ഒരു ഡിവൈസ് ആണ്. അത് ഉപയോഗിച്ചിരിക്കുന്നവരെ ഡെമോ കണ്ടിരിക്കുന്നവരെല്ലാം വളരെ വളരെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാരണം ലൈവ് റിസൾട്ടാണ് അതിനകത്ത് കൊടുക്കുന്നത്. നമ്മൾ നിരവധി സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്, തെറാപ്പി സെന്ററുകളിലൊക്കെ പോകുന്നുണ്ട്. ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തെറാപ്പിയിലോട്ട് പോകുന്നു എന്ന് പറയുന്നു. ഓരോ ആൾക്കാർക്ക് തെറാപ്പിയിലൊക്കെ പോയിട്ട് 1-2 ദിവസം പോകുന്നവർ മതിയാക്കും. കാരണം ഒന്നെങ്കിൽ ദൂര പ്രശ്നം, അവർക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കണം, അവിടെ തെറാപ്പി വരെ പോകണം, അവിടെ ഉണ്ടാകുന്ന വലിയ വലിയ ചാർജുകൾ അല്ലേ. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഒരു വെൽനസ് എക്യുപ്മെന്റ് കൊണ്ട് നമുക്ക് തെറാപ്പി ചെയ്യാം. അപ്പൊ നമ്മുടെ ഫൊഫോവയുടെ പോർട്ടബിൾ മാജിക് ഡിവൈസിൽ നമുക്ക് ഇത്തരം 4 ഫംഗ്ഷൻസുകളാണ് ഒരൊറ്റ ഡിവൈസിലുള്ളത്. ടെൻസ് തെറാപ്പി, വാക്വം തെറാപ്പി, ഹീറ്റ് തെറാപ്പി ആൻഡ് ലേസർ തെറാപ്പി എന്ന് പറയുന്ന 4 തെറാപ്പിയാണ്. അതിൽ ടെൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെല്ലാം ദേഹത്ത് ഉണ്ടാകുന്ന എന്തെല്ലാം വേദനകൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ നമുക്കൊരു നടുവേദന അല്ലെങ്കിൽ അസഹ്യമായിട്ടുള്ള ശരീരത്തിന്റെ എവിടെയെങ്കിലും ഒരു ഉളുക്കോ മറ്റുള്ള വേദനയൊക്കെ നമുക്ക് ടെൻസ് തെറാപ്പി ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിലീഫ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സ്കിൻ മസാജ് ചെയ്യാൻ അതിനകത്തൊരു ഗ്ലൗസ് ഉപയോഗിക്കുന്ന ടെൻസ് തെറാപ്പിയിൽ. അതുപോലെ മൈഗ്രെയിൻ ഒക്കെ ഉണ്ട്, നമുക്ക് നെറ്റിയൊക്കെ മസാജ് ചെയ്തെടുക്കാം. അതിനൊപ്പം ഫുൾ ബോഡി മസാജ് ചെയ്തെടുക്കാൻ നമുക്ക് ടെൻസ് തെറാപ്പി കൊണ്ട് പറ്റും. രണ്ടാമതിനകത്ത് വരുന്നത് ഒരു വാക്വം തെറാപ്പിയാണ്. നിങ്ങൾക്കറിയാം കപ്പിംഗ് തെറാപ്പി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ. നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു മാലിന്യങ്ങളെ നമുക്ക് നീക്കം ചെയ്യാം. ശരീരത്തിലൊക്കെ വരുന്ന മാലിന്യം അല്ലെങ്കിൽ നമ്മുടെ മസിൽ ലെയറിലൊക്കെ വരുന്ന മാലിന്യങ്ങളെ നമുക്ക് ഇല്ലായ്മ ചെയ്യാനായിട്ട് നമ്മൾ വാക്വം തെറാപ്പി നമ്മളെ സഹായിക്കേണ്ട നിരവധി ഘടകങ്ങളുണ്ട്. അത് ഡെമോയിലെ കൂടി നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ അതിനകത്ത് വരുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ലേസർ തെറാപ്പിയാണ്. ലേസർ തെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെവിയിൽ വെച്ചുകൊണ്ട് ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ നമുക്ക് മൂക്കിലൊക്കെ ദശ വളരുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെറിയ ബ്ലാക്ക് സ്പോട്ടുകൾ അല്ലെങ്കിൽ മറുവോ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ലേസർ തെറാപ്പി അതിനകത്ത് ഉപയോഗിക്കാം. പിന്നെ മറ്റൊന്ന് വരുന്നത് അതിനകത്ത് ഹീറ്റ് തെറാപ്പിയാണ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിഴി പിടിക്കുന്നതിന് തുല്യമായിട്ടുള്ളത് തന്നെയാണ്. ഈ ഹീറ്റ് ഡിവൈസിന്റെ താഴ്ഭാഗത്ത് നല്ല ഹീറ്റ് വരും. നമുക്ക് എവിടെയാണോ കിഴി പിടിക്കേണ്ട നീർക്കെട്ട് എവിടെയുള്ളത് നമുക്ക് ഇല്ലായ്മ ചെയ്യാനാണെങ്കിൽ സംവിധാനമുണ്ട്. 4 ഫംഗ്ഷൻസുകളും ഒരു 400 കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യുന്നത്. ഞാൻ ലഘുവായിട്ട് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരു ഡിവൈസ് എന്ന് പറയുന്നത് പോർട്ടബിൾ മാഗ്നറ്റിക് വാട്ടർ ഡിവൈസ് ആണ്. വാട്ടർ ഡിവൈസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും വല്ല വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നുള്ളത്. ഒന്നുമല്ല, നിങ്ങൾ കുടിക്കുന്ന ഏത് തരത്തിലുള്ള വെള്ളമായിക്കോട്ടെ, അത് ചൂടാക്കി വെള്ളം ആറി തണുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു കുപ്പി വെള്ളം വാങ്ങിക്കോ അല്ലെങ്കിൽ മിനറൽ വാട്ടർ വാങ്ങിക്കോ അല്ലെങ്കിൽ ആറോ വാട്ടറോ അങ്ങനെയുള്ള എന്ത് വെള്ളം നിങ്ങൾ കുടിക്കാനായിട്ട് യോഗ്യമായിട്ടുള്ള വെള്ളം നിങ്ങൾ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് സാധാരണഗതിയിലുള്ള ഒരു വെള്ളമാണ് നിങ്ങളത് കുടിച്ചു, നിങ്ങൾക്ക് അതിനകത്ത് വലിയ പ്രവർത്തനമൊന്നുമില്ല. ഏതൊരാളും നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ്. പക്ഷെ നമ്മൾ ആ വെള്ളത്തിനെ മാഗ്നറ്റൈസ് ചെയ്യണമെങ്കിൽ എന്താണ് അതിന്റെ ഗുണം? വെള്ളത്തെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അതിന്റെ തന്മാത്രകൾ ക്ലസ്റ്ററിനെ ചേഞ്ച് ചെയ്യുകയും നമ്മുടെ ശരീരത്തിലേക്ക് അത് ആഗിരണം ചെയ്യുമ്പോൾ നമ്മുടെ കോശങ്ങളിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് മാഗ്നറ്റിസിന്റെ ആ ഒരു പവറോടുകൂടി മാക്സിമം അത് റൺ ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ഷുഗർ പോലുള്ള രോഗങ്ങളുള്ളവർക്കൊക്കെ രക്തം കട്ട പിടിക്കുന്ന സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ രക്തത്തിന്റെ ഒഴുക്ക് വളരെ കുറവായിരിക്കും. എങ്കിൽ നമ്മുടെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ഡിവൈസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നോർമലായി ഷുഗറൊക്കെ രക്തം കട്ട പിടിക്കാതെ റൺ ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്യും. അതുപോലെ ഹൃദ്രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. അത് ഒത്തിരി അതിന്റെ ഡെമോൺസ്ട്രേഷൻ ഒക്കെ കാണാനും മനസ്സിലാക്കാനുണ്ട്. വളരെ രസകരമാണ്. അതിനകത്ത് തന്നെ രണ്ടാമതൊരു ഫംഗ്ഷനും കൂടിയുണ്ട്. അതിനകത്ത് ഒരു നമ്മുടെ ധ്യാനവും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു പോയിന്റും കൂടി അതിനകത്ത് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ അന്തരീക്ഷത്തിനെ വളരെ പോസിറ്റീവ് എനർജി ആക്കാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. അപ്പൊ 4 ഹെൽത്ത് ഡിവൈസുകളും നമുക്ക് നിരവധി ഫുഡ് സപ്ലിമെന്റ്സുകളും പേഴ്സണൽ കെയർ പ്രൊഡക്ട്സുകളൊക്കെയാണ് നമ്മുടെ ഫൊഫോവയിലുള്ളത്. വളരെ സുന്ദരമാണ് ഓരോ പ്രോഡക്റ്റുകളും, അതിന്റെ ഉപയോഗങ്ങളും പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം അതുപോലെ സുന്ദരമാണ് നമ്മുടെ ഫൊഫോവയെ. നമ്മുടെ ഫൊഫോവയെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ നമ്പർ ഇതിന്റെ താഴെ കൊടുക്കുന്നതായിരിക്കും. അതിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ഫൊഫോവെ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഫൊഫോവയുടെ ഔട്ട്ലെറ്റുകളോ മറ്റുള്ള ഫ്രാഞ്ചൈസികളോ നിങ്ങൾക്ക് സന്ദർശിക്കാം. എവിടെയായാലും നിങ്ങൾക്ക് ഫൊഫോവയിലേക്ക് സ്വാഗതം. നമസ്കാരം.